ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളതേ കൊല്ലം ജില്ലയിലെ തുറമുഖ മേഖലയായ വാടിയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:45 കഴിഞ്ഞ് 6 മണിയോടടുത്ത് നേരമായി. ഈ സമയത്ത് വന്ന് ഇവിടുത്തെ ഒരു വിശേഷം കാണിക്കാനല്ല ഞാൻ പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നത്. മറിച്ച് ഇന്ന് തന്നെ രാത്രി ഒരു 10 മണിയോടടുത്ത നേരത്ത് ഞാനിവിടെ ഒന്നുകൂടെ എത്തും ഈ ക്യാമറയുമായിട്ട്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രത്യേക തൊഴിൽ സാഹചര്യം ഞാൻ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കും. അതൊന്ന് കാണേണ്ട കാഴ്ചയാണ്, അറിയേണ്ട വിശേഷവുമാണ്. നമുക്കറിയാം, സമൂഹം അംഗീകരിക്കുന്ന മാന്യമായിട്ടുള്ള ഏതൊരു തൊഴിൽ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം, നമുക്ക് അനുഭവിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ തീന്മേശയിലെത്തുന്ന മീൻ, അത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ, ഇവർ ഈ മത്സ്യം പിടിക്കാൻ പോകുമ്പോഴുള്ള അവരുടെ ആ ഒരു തൊഴിൽ സാഹചര്യം, അത് എല്ലാവർക്കുമല്ല, ചില ആളുകൾക്കുള്ള ഒരു തൊഴിൽ സാഹചര്യം ഒരു പ്രത്യേക കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിശേഷം തന്നെയാണ്. ഈ വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ നേരത്ത് പകൽ വന്ന് ഇവിടുത്തെ ഈ ചുറ്റുപാടും ഞാനിപ്പോൾ ഇവിടുന്ന് നടന്ന് നിങ്ങളെ ഒരു പ്രത്യേക ഏരിയ കാണിക്കും, ഒരു മണൽപ്പരപ്പ് കാണിക്കും. അവിടെ ഈ പകൽ സമയത്ത് എങ്ങനെയാണോ എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാനിവിടെ എത്തിയതും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും. ഇനി ഇപ്പോൾ പോയിട്ട് ഞാൻ രാത്രി 11 മണിയോടടുത്ത നേരത്ത് ഇവിടെ വന്നിട്ട് ഈ മണൽപ്പരപ്പിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കൊണ്ടുവരും. അവിടെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ അതിശയം തോന്നുന്ന, ആശങ്ക തോന്നുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ ആ പറഞ്ഞ മണൽപ്പരപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇവിടെ ആരുമില്ല, ശൂന്യമായിട്ട് കിടക്കുകയാണ്. എന്നാൽ രാത്രി 10 മണി കഴിയുന്ന നേരത്ത് ഇവിടെ ഒരു വല്ലാത്തൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആ കാഴ്ചയും അതിനോടനുബന്ധമായിട്ടുള്ള ചില വിശേഷങ്ങളും നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോവുകയാണ്. ഇവിടുന്ന് പോയിട്ട് രാത്രി 10 മണി കഴിയുന്ന നേരത്ത് ഇവിടെ എത്തും. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയും ഞാൻ ഈ വിധത്തിൽ ചിത്രീകരിച്ച് കാണത്തുമില്ല. അതായത് ഒരു രാത്രി മുഴുവൻ ഈ ക്യാമറയുമായി ഈ പറയുന്ന ദേശത്ത് നിന്നെങ്കിൽ മാത്രമേ ഈ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു പൂർണ്ണതയുണ്ടാകും. അതായത് ഇവരുടെ ഈ തൊഴിൽ മേഖല എന്താണെന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ സാഹചര്യം എന്താണെന്നും പൂർണ്ണമായിട്ടും നിങ്ങളെ കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ഒരു ക്യാമറയുമായി ഇവിടെ നിന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക ചിത്രീകരണമായിരിക്കും ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ കാണാൻ മറക്കണ്ട. ഇപ്പം ഞാൻ പോകുന്നു, വീണ്ടും 11 മണിക്ക് ഒന്നുകൂടി ഇവിടെ വരും. ഓക്കെ, ശരി. ഈ സമയത്ത് നമ്മൾ കൊല്ലം വാടി കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ, ആ കടപ്പുറത്തെ ഒരു പ്രത്യേക ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റും. ഈ കിടക്കുന്നതൊക്കെ ഇവിടെയുള്ളവരും കുറച്ച് ദൂരത്തുള്ളവരുമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. വെളുപ്പിനെ 3 മണിക്ക് 3:30ക്കും 4 മണിക്കും ഒക്കെ ആയിട്ട് വള്ളത്തിൽ പോകാൻ, കടലിൽ പോകാൻ വേണ്ടി അവരിവിടെ കിടക്കുകയാണ്. ചിലരൊക്കെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നുണ്ട്, ബാക്കി ഭൂരിഭാഗം പേരും ഉറങ്ങുകയാണ്. ഇനി 3 മണി തൊട്ട് ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങും. അതിനുശേഷം അവർ വള്ളത്തിൽ പോകും. എന്തുകൊണ്ടാണ് ഈ രാത്രി മുഴുവൻ ഇവരിങ്ങനെ ഇവിടെ കിടക്കുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ കിടപ്പിൻ്റെയും ഇവിടുത്തെ ചുറ്റുപാടിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ ഇവർ തന്നെ നമ്മളോട് പറയുകയും ചെയ്യും. ചില ശരീരവേദനയുള്ള ആളുകളുണ്ട്. മണ്ണ് ശരീരത്തിന് വേദന വലിച്ചെടുക്കും. ഇത് പരല് മണ്ണാണ്. ഈ ശരീരവേദന ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ വന്നത്? അത് തന്നെ കറക്റ്റ് കാര്യം. എല്ലാവരും ഇങ്ങനെ കിടക്കുന്നതോ? പിന്നല്ലാതെ വാർത്തയ്ക്കുമ്പോൾ എത്രയോ പേര് ഒന്ന് മടങ്ങി കിടക്കുന്നു. ശരീരവേദന വലിച്ചെടുക്കും ഈ മണ്ണ്. അതാ എല്ലാവരും ഭാര്യ എടുത്തുകൊണ്ട് പോകുന്നത്.
അപ്പം 4 മണിയാകുമ്പോഴല്ലേ ജോലിക്ക് പോകുന്നത്? ജോലിക്ക് പോകുന്നത് ചിലപ്പോൾ 3 മണിയാകും, ചിലപ്പോൾ അതിൻ്റെ മുന്നേ പോകും. 4 മണിക്കോ 3 മണിക്ക് പോയിട്ട് പിന്നെ തിരിച്ചെത്ര മണിക്കാണ് വരുന്നത്? പിന്നെ തിരിച്ചു വരുന്നത് മീൻ കിട്ടുന്നതാണ് അനുസരിച്ച്. പിന്നെ അവിടെ തങ്ങും. വള്ളമല്ലേ? വള്ളം എത്ര പേര് കാണും അതിൽ? 5 പേര് കാണും, 6 പേര് കാണും. അതിൽ 8 കയറി 9 ഷെയർ വെക്കണം. ഈ 5 പേര് ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. പറഞ്ഞ കേട്ടോ, ഇതിപ്പോ നമ്മളിവിടെ കിടക്കുന്ന ചാക്കി കെട്ടി മിഴിപ്പ് കെട്ടി സമയത്തിന് നമുക്ക് പണിക്ക് പോവാം. സമയത്തിന് പോയി കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? പണിക്ക് പോകാൻ പറ്റില്ല. പോയാൽ നമ്മുടെ തൊഴിൽ പൊട്ടി, നമ്മുടെ തൊഴില് പോയി. മനസ്സിലായി. അയാള് നമ്മളെ വഴക്കും പറയും. നമ്മളിവിടെ കിടക്കുന്നത് ഇതുകൊണ്ടാണ് കിടക്കുന്നത്. അതാണ് നമ്മളിവിടെ വന്ന് കിടക്കുന്നത്. അടക്കമില്ലല്ലേ, ക്ഷീണം വിട്ടു മാറും, ശരീരം വേദന അടങ്ങും, വേദന എല്ലാം അടങ്ങും, ശരീരവേദനയും പോവും, എല്ലാം പോവും. നമ്മുടെ ഈ പണിന്റെ കാര്യം പോവുക. അതിനു വേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും ഇവിടെ മണി കിടക്കുന്ന കാര്യം. നമ്മൾ ഇളകിയത് അയാളെ ഒന്ന് നമ്മൾ വിളിക്കും, നമ്മളെ ഇങ്ങോട്ടേക്ക് അയാളെ ഇളകി കിടന്നാൽ ഞാൻ വന്ന് വിളിക്കും അയാളെ. ഒരാളിപ്പോ എന്നോട് വരവുള്ള ആളാണ്. അയാള് കിടന്നുറങ്ങാണ്. എന്നിട്ട് ഞാൻ ഉണർന്നിരുന്നാല് ഇയാളെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഉറങ്ങിപ്പോയാ ഞാനും കിടന്നുറങ്ങിയാലോ വെള്ളത്തിൽ കയറുള്ള ആളാ, ഇഞ്ചിനോട്ടിക്കുള്ള ആളാ, പണിക്ക് പോകാൻ പറ്റില്ല. ഇയാളെ ഇഞ്ചിനോട്ടിക്കുള്ള ആളാ. വെള്ളം വെള്ളം വീട് പട്ടിണിയായി കിടക്കുന്നുണ്ട്. നമ്മൾ ഉണർന്നിരുന്നില്ലെങ്കിൽ സ്ട്രാങ്ക് ഇല്ലാതെ വെള്ളം എങ്ങനെ ഓടും? ഒരാൾ വേണ്ടേ? വാസ്കോഡ ഗാമ കാപ്പാട് സ്ഥലത്ത് വന്നിറങ്ങി, പാക്കപ്പുരയാണ് വന്നിറങ്ങി. അത് ഏത് വഴിയാണ് വന്നിറങ്ങിയെന്നറിയാം. എവിടെയാണ് വന്നിറങ്ങി? കോഴിക്കോട് കാപ്പാടിൽ. അത് ചുക്കാൻ പിടിച്ച എങ്ങനെയാണെന്നറിയാം? ചുക്കാൻ പിടിച്ച് അത് ഇപ്പോഴത്തെ ഡ്രൈവർക്കൊന്നും പറയാൻ മനസ്സിലാകത്തില്ല. ഇപ്പോഴത്തെ ഡ്രൈവർക്ക് ആക്സിഡൻറ്റ് കൂട്ടിയാൽ മതി. ചാർട്ടറിൽ വലിക്കും, സ്പീഡ്. അവൻ അടിച്ചാലും കൊള്ളാം, വല നീട്ടിയാലും കൊള്ളാം. അവനൊന്നും അറിയണ്ട, അവന് സ്റ്റെയറിങ് കയറ്റിയാൽ മതി. മറ്റേ തണ്ട് വലിയാണ്. പാക്കപ്പൽ കാറ്റ് ഏത് ദിശയിൽ ഓടുന്നോ ആ വാക്കിന് കപ്പൽ ഓടും. ഇപ്പം കിഴക്കിന്ന് കാറ്റ് വരണം. ഇനി തെക്കേരക്കാരൻ, ഇനി വടക്കേരെ ഓടണം. തെക്കേരെ ഇങ്ങനെ ഓടിക്കുമ്പോൾ നല്ല ബുദ്ധിക്കാരൻ ആരാ? വാസ്കോഡ ഗാമ. നമ്മുടെ തലവരാണ്. മഴയൊക്കെ വരുമ്പോഴോ? മഴ വരുമ്പോ ഞാൻ മഴ കൊള്ളുന്നു. ഇവിടെ വേറെ ഷെഡും ഉണ്ടല്ലോ നിങ്ങൾക്ക് താമസം? അന്നേരം അവിടെ പോയി ഇച്ചിരി നേരം കിടക്കും. കിടന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല. കൊതുക് വെള്ളത്തിൽ പോകുമ്പോ കാറ്റും മഴയെല്ലാം വരും. നമ്മളവിടെ കിടന്ന് അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അവിടെ കിടന്ന് അനുഭവിക്കണം. നമുക്ക് കയറിക്കാൻ സ്ഥലമില്ലല്ലോ, അവിടെ കിടന്ന് അനുഭവിക്കണം. അല്ലെ ഈ കഷ്ടപ്പാടെല്ലാം പട്ടാണ്. കരയാണെങ്കിലേ നമുക്ക് ഒരാളെ സഹായിക്കാൻ വിളിക്കാം. ഈ കടലിൽ എന്തു ചെയ്യും? ഈ കരയാണെങ്കിൽ കടലിളക്കാൻ പറ്റൂ കേട്ടെ. കരയാണെങ്കിൽ നമുക്ക് കയറിയിരിക്കാം. ഈ കടലിൽ വന്നെന്തേ പറ്റൂ? വീട്ടിൽ പോയി നമുക്ക് ഇളക്കാം. പക്ഷെ കടലോ അവിടെ കിടന്ന് നമുക്ക് ഇളക്കാൻ പറ്റൂ? അവിടെ നമുക്കില്ല. അവിടെ പിടാപ്പാട് വരെ ഈ മത്സ്യമുക്കന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സത്യമായിട്ട് ഈ ഈശ്വരന്മാരെന്ന് പറഞ്ഞാൽ എത്രയും ചങ്കില ചോരയായിരിക്കാണ് കരവരണം. കയ്യാലപ്പുറത്ത് തേങ്ങ ഇരിക്കുന്നില്ലേ, എങ്ങോട്ടും അറിയാം. ഇതാണ് മുക്കുമാരൻ്റെ പണി. കണ്ടോ, കൊതുകുതിരിയൊക്കെ കുത്തിവെച്ചിട്ടാണ് കൊതുകിൻ്റെ ശല്യം കാരണം കിടക്കുന്നത്. ഇത് ഉണ്ടാവും. ഇവിടെ ഒരു പട്ടി അതിൻ്റെ കൂടെ കിടക്കുകയാണ്. ഈ മണ്ണ് കിടന്നാൽ നമ്മുടെ ശരീരത്ത് വേദനകളും കാര്യങ്ങളും എല്ലാം മാറും. അതാണ് ഈ മണ്ണിൻ്റെ
ജോലിക്ക് പോകാനൊരു ഉന്മേഷം കിട്ടും. ശനിയാഴ്ച ആകുമ്പോൾ നമ്മൾ വീട്ടിൽ പോകും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം, ഒരു കാര്യം പറഞ്ഞു, ശരീരത്തിന് ഒരു പ്രത്യേക ഉന്മേഷം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ജോലിക്ക് എഴുന്നേറ്റ് പോകാനും എളുപ്പം, പോകാൻ നല്ലൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വീട്ടിലാണെങ്കിൽ 3 മണിക്ക് 3:30 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുണ്ട്. ഇവിടെ കിടന്നാൽ തന്നെ നല്ലൊരു ഉറക്കം കിട്ടും. കാരണം ഇത്രയും പട്ടികളും ഈ ബഹളവും ഒക്കെ സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും. ശരി, ഈ ബഹളമൊന്നും ഒരു വിഷയമല്ല. ഇല്ല. ഓക്കെ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ പലരും നടന്നിട്ട് മണ്ണ് ഒരു വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. കിടക്കാൻ പറ്റുന്ന പരുവത്തിന് കാലുകൊണ്ട് അതാക്കി നിരപ്പാക്കിയിട്ട് അതിൽ ഇനിയിപ്പോൾ ആ കൈലി കൊണ്ട് വിരിച്ചിട്ടാണ് കിടക്കാൻ പോണത്. പട്ടിശല്യം നന്നായിട്ടുണ്ട് ഈ പ്രദേശത്ത്. പട്ടികളുടെ കുരയും മറ്റ് ബഹളങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് ഇവരിവിടെ കിടക്കുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ വളരെ വലിയൊരു അതിശയം തോന്നിയത് ഈ ബഹളത്തിനിടയ്ക്ക്, ഈ പട്ടിശല്യത്തിനിടയ്ക്ക് എങ്ങനെ ഇവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്നു എന്ന ചിന്തയായിരുന്നു എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം. കേട്ടില്ലേ, ഈ ബഹളത്തിനിടയ്ക്കാണ് ഇവരിവിടെ കിടന്നുറങ്ങുന്നത്. ഇത് രാത്രിയിലത്തെ ഭക്ഷണമാണോ കഴിക്കുന്നത്? ഇപ്പൊ പണിക്ക് പോയിട്ട് വന്നിട്ടാണോ കഴിക്കുന്നത്? കടലിൽ വെച്ച് കഴിച്ചില്ല. ഇല്ല. അപ്പൊ ഇത് എപ്പോ കൊണ്ടുപോയതാ? ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും. ഉച്ചയ്ക്ക് കൊണ്ടുപോയ ഭക്ഷണമാണ്. ഞങ്ങൾ വെള്ളം ഇറക്കാൻ വൈകുന്നേരം 4 മണിയാവും. അപ്പൊ ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നേ. ഞങ്ങൾക്ക് കടലിൽ വെച്ച് കഴിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പണിയില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്ന്. പണിയുണ്ടെങ്കിൽ ഞങ്ങൾ കടലിൽ തന്നെ കഴിക്കും. ഇപ്പൊ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് തന്നു വിട്ട ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ? എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. ഇപ്പം തന്നെ സമയം വെളുപ്പിനെ 1:30 മണിയായി. ഈ 1:30 മണി സമയത്തും ഇവിടെ വന്ന് ആൾക്കാർ അവരുടെ കയ്യിലുള്ള തുണി ഏതാണോ ആ തുണി ഈ മണൽപ്പരപ്പിൽ വിരിച്ച് വളരെ തുച്ഛമായ സമയത്തേക്ക് കിടന്നുറങ്ങുകയാണ്. ഇനി ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം. അതുവരെയുള്ള ഉറക്കേ ഉള്ളൂ. പിന്നെ ഞാൻ 4 നേരം ആഹാരം കഴിച്ചില്ല. 5ാമത്തെ നേരം കര വരുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ ആഹാരം എന്ത് കഴിക്കും? കിട്ടുന്ന ആഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടാനുസരണം ഞാൻ കഴിക്കും. ഇതിനിടയ്ക്ക് വിദേശത്തൊക്കെ പോയി 97 സൗദിയിൽ പോയി ടെസ്റ്റ് പാസ്സായി. ഇലക്ട്രിസിറ്റി ബോർഡ് ടെസ്റ്റ് പാസ്സായി സൗദിയിൽ പോയതാണ്. എത്ര വർഷം അവിടെ നിന്നു? അവിടെ 4 വർഷം നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ നാളേക്ക് കമ്പനിയിൽ ദുബായിൽ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ മലേഷ്യ. അങ്ങനെ കുറേ രാജ്യങ്ങൾ കണ്ടു. 14 ഇയേഴ്സ്. അത് ശരി. 97 to 2010. പിന്നെ നമ്മളെ പ്രൊഫഷൻ ഇതാണ്. നമ്മളെ മാതാപിതാക്കൾ, എൻ്റെ അപ്പൻ്റെ പ്രൊഫഷൻ. എൻ്റെ അപ്പനുണ്ടായ മക്കൾ ഞാനും എൻ്റെ ഒരു 2 ഏട്ടന്മാർ മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൊഫഷനിൽ ഇങ്ങനെ ഇറങ്ങിയേക്കുക. നമുക്ക് കിടക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് 5000-10000 ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്നാലേ നമുക്ക് ജോലി ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖമില്ലേ. അങ്ങനെ ആ അധ്വാനത്തിന് ആ ഒരു ഇതുകൊണ്ട് നിൽക്കുന്നത്. ഈ രാത്രി ഇത്രയും നേരം ഉറക്കം ഒഴിഞ്ഞിട്ട് പിന്നെ പകൽ ഉറങ്ങാൻ സമയം കിട്ടുമോ? പകൽ ഉറങ്ങാൻ സമയമൊക്കെ ഒരു 3 മണിക്കൂർ കിട്ടും. 3 മണിക്കൂർ? അതെ. ഇപ്പോൾ ഒരു ദിവസം 3 മണിക്കൂറേ ഉള്ളൂ ഉറക്കം? അത് ആ ഒരു ഡെഫിനറ്റ്ലി ഉള്ളു. ഇതിപ്പോൾ ഇപ്പോഴത്തെ സമയമല്ലേ. ഞങ്ങൾ നാളെ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേൻ്റെ ഒരു 9 മണിയൊക്കെ ആവും. എവിടെയാണ് താമസം? ഞാൻ ചവറയ്ക്ക് കിഴക്കാം. അത് ശരി. എൻ്റെ ഇവിടെ ആയിരുന്നു പ്രോപ്പർ. ഇപ്പോൾ അങ്ങോട്ട് മാറി സെറ്റിലായ അവിടെ. വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മണിയാവുന്ന? വീട്ടിൽ ചെല്ലും ഞാൻ ഒരു 8-9 മണിയൊക്കെ ആവും. ഈ 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും 12 മണിക്ക് കഴിഞ്ഞിട്ട് ഒരു 1:30-2 മണിയാകുമ്പോഴത്തേനും വീണ്ടും 2 മണിയാകുമ്പോൾ ഫസ്റ്റായിട്ട് ഇറങ്ങും. ഇറങ്ങിയാലേ നമുക്ക് ഇവിടെ 4 മണിക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ 4 മണിക്ക് വന്ന് 5-5:30 ആകുമ്പോൾ പണിക്ക് പോയി തിരിച്ച് ഇവിടുത്തെ ഈ പണിയുടെ പ്രൊഫഷനിൽ കഴിയുമ്പോൾ ചിലപ്പോൾ നേരം വെളുക്കുന്നവരേക്ക് പണി ചെയ്യാൻ പറ്റും. പണി പ്രൊഫഷനിൽ കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഇങ്ങനെ കയറി അങ്ങനെ ആ ഒരു രീതിയിൽ
ഓ ഓക്കെ. ഇപ്പോൾ സമയം പുലർച്ചെ 2 മണിയാകുന്നു. ഈ സമയത്ത് ഈ പ്രദേശത്തൊന്നും അധികം ആൾക്കാരില്ല. ഈ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ. ഈ സമയത്തും ഞാൻ ഈ ക്യാമറയുമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം വെളുപ്പിനെ എഴുന്നേറ്റുള്ള ഇവരുടെ പോക്കും ഇവരുടെ ജോലിയുടെ ചുറ്റുപാടുമൊക്കെ ചിത്രീകരിക്കണമെങ്കിൽ ഈ സമയത്ത് ഈ ക്യാമറയുമായിട്ട് ഇവിടെ നിന്നെങ്കിലേ പറ്റുള്ളൂ. ആ കടപ്പുറത്ത് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ജോലിക്ക് പോകാനുള്ളവർ കിടന്നുറങ്ങുന്നുണ്ട്. ഇവരൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റിനി പല പല വള്ളങ്ങളിലായിട്ട് പോകും. മൂന്ന് മണിയായി വെളുപ്പിന്. പെട്ടെന്ന് ചാറ്റമഴ വീണു. ദേ അപ്പോഴത്തേക്കും ഈ കിടന്ന പാവത്തുങ്ങളെല്ലാം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കണ്ടോ? ഇനിയിപ്പോൾ ഇവരെവിടെ പോയി കിടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഈ സമയത്തും ഞാനിവിടെ ഈ ക്യാമറയുമായിട്ട് നിൽക്കുമായിരുന്നു. നല്ല ചാറ്റൽ മഴയുണ്ട്. മഴ പെയ്തപ്പോൾ ആ മണൽപ്പരപ്പിൽ നിന്ന് അവർ തൊട്ടടുത്ത ഓരോ ഷെഡുകളിലേക്കൊക്കെ ഓടിക്കയറി. ഇപ്പോൾ സമയം 3:30. അപ്പോൾ അവർക്ക് വള്ളത്തിൽ പോകാൻ സമയമായപ്പോൾ അവരിവിടെ വന്ന് ഈ കടയിൽ വന്ന് ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ചിലരിവിടുന്ന് ഭക്ഷണപ്പൊതിയുമായിട്ടാണ് നേരെ വള്ളത്തിലേക്ക് പോകുന്നത്. ഇവരൊക്കെ വള്ളത്തിലേക്ക് പോവുകയാണ്. ചെയ്തപ്പോൾ പോകാൻ പോവാണോ വള്ളം? നീ പോയിട്ട് ഇനി എത്ര മണിയാവും വരുമ്പോൾ? 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. കണ്ടോ ഈ വള്ളം, ഈ എൻജിൻ വെച്ച വള്ളം ഈ കടലിലേക്ക് ഇറക്കുന്നത് ഇവിടെ തടി വെച്ച് അതിലൂടെ നിരക്കുകയാണ്.
ഇതുണ്ടോ? ഏകദേശം 3:30 ആയി. ഈ സമയത്താണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വള്ളം കടലിൽ പോകുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ അതെ പല വള്ളങ്ങളും കടലിലേക്ക് പോകാനായിട്ട് അവർ കരയിൽ നിന്ന് തള്ളി നീക്കുകയാണ്, കടലിലേക്ക് ഇറക്കുകയാണ്. ഈ സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ആൾക്കാരൊക്കെ ആ മണൽപ്പരപ്പിൽ അങ്ങനെയൊക്കെ കിടന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ കടലിൽ പണിയെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ തൊഴിൽ മേഖലയുടെ നേർചിത്രമായിരുന്നു. ഓരോ രാത്രികളിലും അവർ ആ മണൽപ്പരപ്പിൽ അങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ. ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ കിടന്നുറങ്ങിയാൽ വെളുപ്പിനെ 3 മണി നേരത്തൊക്കെ എഴുന്നേൽക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകും. അതുണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ മണൽപ്പരപ്പിൽ വന്ന് ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. സത്യത്തിൽ അതൊരു കരുതലിൻ്റെ വാക്കുകൾ തന്നെയല്ലേ. ആഴക്കടലിൽ സ്വന്തം മക്കളെ പോലെ അവരെ കരുതുന്ന കടലമ്മയുടെ മക്കൾക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഈ വിശേഷം ഇവിടെ ഇങ്ങനെ നിർത്തുന്നു. ഇനി മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.